നമസ്കാരം. ജാക്സൺ യുഗത്തിയ. കോഴിക്കോട് ബിൽഡിംഗ് ഇടിഞ്ഞു വീണ് 4 പേര് മരിച്ചു. എൻ്റെ ചോദ്യം ഇതാണ്. ഈ 4 പേര് മരിച്ചതിന് ഒരു ഉത്തരവാദി ഉണ്ടാവണമല്ലോ. അതാരാണ്? നമുക്ക് അതൊന്ന് ക്ലിയറായിട്ട് അതിനൊന്ന് വെട്ടിമുറിച്ച് പഠിക്കാം. അതായത് ഉണ്ടാവുന്ന ഇൻസിഡൻ്റ് ഇതാണ്. ഈ ബിൽഡിങ് പ്രവർത്തിക്കാൻ കൊള്ളില്ല എന്ന് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർ തന്നെ റിപ്പോർട്ട് എഴുതി. അതായത് ഇനി ഈ ബിൽഡിംഗ് ഉപയോഗിക്കാൻ പറ്റില്ല, ഇത് പൊളിച്ചു കളയണം എന്ന് പറഞ്ഞിട്ട്. കോർപ്പറേഷൻ ഇപ്പോൾ ആരാണ് ജയിച്ചത് എന്ന് നമുക്കറിയാം. അവരുടെ കയ്യിലിരിക്കുന്ന ഒരേ ഒരു കോർപ്പറേഷനാണത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വരുമാന മാർഗങ്ങൾ കാണണം എന്നുള്ളത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, അവിടെ ബിൽഡിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മുഴുവൻ ലൈസൻസ് പുതുക്കി കൊടുത്തു. കാരണം ആ ബിൽഡിങ് പൊളിക്കാൻ പോവുകയാണെങ്കിൽ അതിൽ പിന്നെ ലൈസൻസ് പുതുക്കാൻ പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു, പുതുക്കി കൊടുത്തു. കൈക്കൂലി മേടിച്ച് കാണും, സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ അവരുടെ ആൾക്കാരിൽ നിന്ന് ഒക്കെ ആയിട്ട് മേടിക്കേണ്ടത് കിട്ടേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇനി അവർ ചെയ്ത പരിപാടി, അവിടെ ആൾക്കാരെ കയറാൻ വിട്ടു, ആൾക്കാർ മരിച്ചു. നമ്മൾ മറ്റേ മെഡിക്കൽ കോളേജ് ബിൽഡിംഗ് വീണ് ആൾ മരിച്ചതുപോലെ ബിൽഡിങ് വീണ് 4 പേര് മരിച്ചു. ആരാണ് ഉത്തരവാദി? അപ്പോൾ എന്ത് ചെയ്യും? കോർപ്പറേഷൻ കണാകുണ എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥരെ മെക്കടിക്ക് വയ്ക്കും. ഉദ്യോഗസ്ഥർ കണാകുണ എന്ന് രാഷ്ട്രീയക്കാരെ മേലേക്ക് വയ്ക്കും. വോട്ട് ചെയ്ത വോട്ടറാണ് ഉത്തരവാദി. കോഴിക്കോട് കോർപ്പറേഷനിൽ ജീവിക്കുന്ന ആളുകളാണ് ആ 4 പേരുടെ മരണത്തിൽ അവരുടെ രക്തത്തിൻ്റെ ഉത്തരവാദികൾ. ഒരു സംശയമില്ല കാര്യത്തിലിട്ടാ.